നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പുണ്യവും അതിന്റെ ശ്രേഷ്ഠതയും നിരന്തരം പ്രഭാഷണങ്ങളിലൂടെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലോട്ട് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നവരാണ് സലഫി പ്രഭാഷകന്മാർ. എന്നാൽ സലഫികൾക്ക് സ്വലാത്ത് ഇല്ല എന്നും അവർ പ്രവാചകനെ സ്നേഹിക്കുന്നവരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ചില കക്ഷികൾ. പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അത് അവിടുത്തേക്ക് എത്തിക്കപ്പെടുമെന്നത് ഹുസൈൻ സലഫി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു എന്നതായിരുന്നു കട്ടുമുറിച്ച പുതിയ ക്ലിപ്പിലൂടെയുള്ള വാദം. എന്നാൽ ഈ കാര്യം ഹുസൈൻ സലഫി മാത്രമല്ല, സലഫി പ്രസ്ഥാനത്തിലെ പ്രഭാഷകന്മാരെല്ലാം അവരുടെ പ്രഭാഷണങ്ങളിലൂടെ കഴിഞ്ഞ കാലഘട്ടത്തിലും ഇന്നും നിരന്തരം പറയുന്ന ഒന്നാകുന്നു. ഇത് ഒരു പുതിയ ഏർപ്പാടായി തുടങ്ങിയതാണ് എന്ന് സലഫി പ്രഭാഷകന്മാർക്ക് നേരെ ആരോപണം നടത്തുന്നു ചിലർ. അതിന്റെ സത്യാവസ്ഥ ഇതാ നിങ്ങളിലോട്ട് എത്തിക്കുന്നു. ഇത്തരം വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരോപണങ്ങൾ നടത്തുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഇത്തരത്തിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിർത്തലാക്കുക. അള്ളാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ പുറത്തു തരുമാറാവട്ടെ. ആമീൻ. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ എന്ത് വേണം? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. എന്താ പറയേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. സദസ്സിൽ നിന്ന് സ്വലാത്ത് കേൾക്കാനില്ല. ഒച്ചിട്ടിട്ട് നമ്മൾ വഴിതെറ്റിയവരെ പോലെ പേടിപ്പിക്കൊന്നും വേണ്ട. പക്ഷെ സ്വലാത്ത് ചൊല്ലണം. കാരണം റസൂലുള്ള പറഞ്ഞെന്തറിയും? റസൂലുള്ള പറഞ്ഞത്, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ എപ്പോൾ കേൾക്കുമ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിൽ പറഞ്ഞാൽ പോരാ, തൊള്ളോണ്ട് പറയുന്ന അവിടം. കാരണം അള്ളാന്റെ ആയത്ത് എന്താ? സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതെ, ഈ ശബ്ദം കേൾക്കുന്നത് മുജാഹിദുകളുടെ വേദിയിൽ നിന്നാണ്. ഈ പരിസരത്ത് ശബ്ദം കേൾക്കുന്ന സമസ്തക്കാരെ, അതെ, ഇത് പറയുന്നത് മുജാഹിദുകൾ തന്നെയാണ്. ഞങ്ങളുടെ ആദർശ അഖീദ അതാ. റസൂൽ പഠിപ്പിച്ചു അത്. ഹീന യുസ്ബിഹു അശ്റാ വഹീന യുംസി അശ്റാ സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ 10 സ്വലാത്ത് സുന്നത്തുണ്ട്, വൈകുന്നേരത്തും 10 സ്വലാത്ത് സുന്നത്തുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ തീർന്നില്ല. വെള്ളിയാഴ്ച ദിവസം ഒരു ദിവസം മുഴുവനും മഗ്രിബ് വരെ, സുബ്ഹി മുതൽക്ക് മഗ്രിബ് വരെ സ്വലാത്തുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് സ്വലാത്ത്? സല്ലല്ലാഹു അലാ മുഹമ്മദിൻ അഅദാദ റംലി ഥറാ വസല്ലം എന്ന് പറയുന്ന പാട്ടുകാരന്റെ, എന്ന് പറയുന്ന വീണവാദ്യത്തിന്റെ സ്വലാത്താണോ? അല്ല. തൻഹല്ലു ബിഹിൽ ലുഖദ വതൻഫരിജു ബിഹിൽ ഖുറബ വതുഖലാ ബിഹിൽ ഹവായിജ വതുനാലു ബിഹിർ റവായിബ്. എല്ലാം റസൂലിനോട് കെട്ടിക്കൊടുക്കുകൾ നീങ്ങുന്നവരെ, പ്രയാസങ്ങൾ അകറ്റുന്നവരെ, വേദനകൾ ഇല്ലാതാക്കുന്നവരെ, ആ സ്വലാത്താണോ? അല്ല. ഏതാണ് ആ സ്വലാത്ത്? ഇന്ന് നമ്മൾ മഗ്രിബ് നമസ്കരിച്ചില്ലേ? ഞങ്ങൾ ഇശാ കൂടെ ജമ്മും കസ്റുമാക്കി യാത്രക്കാരായതുകൊണ്ട് ആ ഒരു നമസ്കാരത്തിലൊക്കെ നമ്മൾ അത്തഹിയാത്ത് ചൊല്ലിയില്ലേ? ആ അത്തഹിയാത്തിലൊരു സ്വലാത്തില്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് തുടങ്ങിയിട്ട് ഇബ്രാഹിമി സ്വലാത്തില്ലേ? വ്യത്യസ്തമായ 7ഓളം റിവായത്തുകളിൽ ഇത് വന്നില്ലേ? ആ ഒരു സ്വലാത്തല്ലാതെ മറ്റൊരു സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. സ്വലാത്തിനെ ഒരാളും എതിർക്കുന്നില്ല. പക്ഷേ സമൂഹത്തിൽ കടന്നു വന്നിട്ടുള്ള ഒരുപാട് വ്യാജ സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്തുകൾ ഇസ്ലാമിൽപ്പെട്ടതല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വലാത്ത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലൂടെ അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ആ ആയത്തിന്റെ വിശദീകരണത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വലാത്ത് നമ്മളെല്ലാം തന്നെ നമസ്കാരത്തിൽ അത്തഹിയാത്തിന് ശേഷം ചൊല്ലാറുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന സ്വലാത്ത്, ആ സ്വലാത്താണ് റസൂലുള്ളാഹിക്ക് പരിചയമുള്ള സ്വലാത്ത്. അതല്ലാത്തൊരു സ്വലാത്ത് റസൂലുള്ളാഹിക്ക് പരിചയമില്ല.
അതുകൊണ്ട് അതല്ല ഇവിടെ പറയുന്നത്. മറിച്ച് നമ്മുടെ നാട്ടിൽ നടത്താറുള്ള സ്വലാത്ത് കച്ചവടം എന്ന പേരിൽ നടക്കുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട്, ഒരുപാട് സ്വലാത്ത് സംഗമങ്ങളുണ്ട്, ഒരുപാട് സ്വലാത്തിൻ്റെതായ മജ്‌ലിസുകൾ സംഘടിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള മജ്‌ലിസുകളിൽ പറയാറുള്ള സ്വലാത്ത് ഒന്നുകിൽ നാരിയ സ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് പരിചയമില്ലാത്ത സ്വലാത്ത്, അതല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് അടുത്ത കാലത്ത് ജന്മം കൊണ്ട കമാലിയ സ്വലാത്ത് എന്ന പേരിലുള്ള സ്വലാത്ത്, അതല്ലെങ്കിൽ താജു സ്വലാത്ത് എന്ന പേരിലുള്ള സ്വലാത്ത്. അത്തരത്തിലുള്ള സ്വലാത്തുകൾ അത് പ്രവാചകന് പരിചയമില്ല, സ്വഹാബികൾക്ക് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, തബഉ താബിഈങ്ങൾക്ക് പരിചയമില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, മുജാഹിദ് പ്രഭാഷണത്തിലൂടെ ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ പറയുന്നുവെങ്കിൽ അത് ഖുർആനിലും ഹദീസിലും ഉള്ളതായിരിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തെ ഇവിടെ വിമർശിക്കുന്നുവെങ്കിൽ അത് ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത കാര്യങ്ങളെ ആയിരിക്കാം. കാരണം ഇവിടെ എന്താണ് ഇസ്ലാം? സ്വലാത്ത് എന്നുള്ളത് ഒരു മഹത്തായ പുണ്യകർമ്മമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ പരിചയപ്പെടുത്തി, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. വിശ്വാസികളെ, നിങ്ങൾ പ്രവാചകരുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണം, ഗുണത്തിനും രക്ഷക്കും വേണ്ടി തേടണം, പ്രാർത്ഥിക്കണം പ്രവാചകർക്ക് വേണ്ടി. ഹദീസുകളിൽ സ്വലാത്തിന്റെ മഹത്വങ്ങൾ എമ്പാടും പറഞ്ഞിട്ടുണ്ട്. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എന്റെ പേരിൽ ഒരു സ്വലാത്തിനെ വല്ലവനും ചൊല്ലിയാൽ, എനിക്ക് ഗുണത്തിനായി ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല അവന് 10 ഗുണങ്ങൾ ചെയ്യും. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലൻ യുസല്ലി അലയ്യ. എന്റെ പേര് പറഞ്ഞു കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് പിശുക്കൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെല്ലാം സ്വലാത്തിന്റെ മഹത്വങ്ങളാണ്. ആ സ്വലാത്തിൽ പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ച ചില പദങ്ങൾ ഉണ്ട്. ആ പദങ്ങളിൽ യാതൊരു മാറ്റം വരുത്താൻ നമുക്ക് അനുവാദമില്ല. ഉദാഹരണമായി, നമസ്കാരത്തിൽ നാം പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് എന്ന് അറിയപ്പെടുന്ന സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ അലി ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന സ്വലാത്ത് വ്യത്യസ്ത രീതികളിൽ, വ്യത്യസ്ത പദങ്ങളിൽ അത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ട സ്വലാത്താണെങ്കിൽ അതിൽ നമ്മുടെ വക വല്ലതും കൂട്ടാനോ വല്ലതും എടുത്തൊഴിവാക്കാനോ നമുക്ക് അനുവാദമില്ല. അത് സ്വലാത്തു മാത്രമല്ല, ദുആഉം അങ്ങനെ തന്നെയാണ്. നമ്മളൊക്കെ നമസ്കാരം കഴിഞ്ഞു, പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനകളെല്ലാം ഹദീസിൽ വന്നതാണോ? അല്ല. എന്നാൽ ഹദീസിൽ വന്ന ഒരു പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ അതിൽ നമുക്ക് മാറ്റം വരുത്താൻ അനുവാദമില്ല, പഠിപ്പിക്കപ്പെട്ട ദുആ ആണെങ്കിൽ. എന്നതുപോലെ പഠിപ്പിക്കപ്പെട്ട സ്വലാത്ത് അതിൽ നമ്മുടെ വക കൂട്ടാനും കുറക്കാനും നമുക്ക് അനുവാദമില്ല. എന്നാൽ പൊതുവായി അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ഗുണത്തിനായി തേടുക എന്ന ആശയം ലഭിക്കുന്ന, ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കുന്ന ഏതു വചനവും ഒരാൾക്കാവാം. ഒരാൾ മലയാളത്തിൽ അള്ളാഹുവെ മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരും സ്വലാത്ത് എന്നാണ്. എന്നാൽ ഒരു പ്രത്യേക സ്വലാത്ത് ഉണ്ടാക്കുകയും ഈ സ്വലാത്ത് രാവിലെയും വൈകുന്നേരവും ചൊല്ലണമെന്നും ചൊല്ലിയാൽ ഇത്ര പ്രതിഫലമുണ്ട് എന്നും ഒരാൾ അവകാശപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവിടെ വകുപ്പ് മാറുന്നു. അത് ബിദ്അത്തായി, അനാചാരമായി മാറുന്നു എന്നർത്ഥം. പ്രത്യേക രീതി, പ്രത്യേകമായ ശൈലി, പ്രത്യേകമായ പ്രതിഫലം ഓഫർ ചെയ്യൽ, ചൊല്ലേണ്ട പ്രത്യേകമായ രീതികൾ എല്ലാം നിർദ്ദേശിക്കാനുള്ള അനുവാദം, അധികാരം അള്ളാഹുവിന് മാത്രമാണ്, അവന്റെ റസൂലിന് മാത്രമാണ്. അതിനപ്പുറത്ത് മതമുണ്ടാക്കാൻ അനുവാദമില്ല. ഞാനൊരു സ്വലാത്തുണ്ടാക്കി സ്വന്തം വകയിൽ അള്ളാഹുവെ മുഹമ്മദ് ഗുണം ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞു, തെറ്റല്ല. എന്നാൽ അത് രാവിലെയും വൈകുന്നേരവും 10 പ്രാവശ്യം ചൊല്ലൽ പുണ്യമാണ്, സുന്നത്താണ് എന്ന് പറയുമ്പോൾ അത് ബിദ്അത്തായി മാറും. ഒരാൾക്ക് എപ്പോൾ വേണമെന്നും ഖുർആൻ ഓതാം, അനുവാദമുണ്ട്. പ്രത്യേകം ഖുർആൻ ഓതാൻ പറഞ്ഞ സമയങ്ങളുണ്ട്. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതാൻ പ്രത്യേകം അധ്യാപനമുണ്ട്. എന്നതുപോലെ പ്രത്യേകിച്ച് ഓതാൻ പഠിപ്പിക്കപ്പെട്ട സമയങ്ങളിൽ പ്രത്യേകം പുണ്യമുണ്ട്. അല്ലാതെ ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഖുർആൻ ഓതാം. ഒരാൾ പറയുകയാണ് രാവിലെ 5 മണിക്കും വൈകുന്നേരം 5 മണിക്കും സൂറത്തുൽ ഫാത്തിഹ 10 പ്രാവശ്യം ഓതൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്തായി.
ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ന് വേണമെങ്കിലും നോമ്പ് നോൽക്കാം. നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ദിവസങ്ങളുണ്ട്, പെരുന്നാൾ ദിവസങ്ങൾ. അതല്ലാത്ത ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നോമ്പെടുക്കാം. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രത്യേകം സുന്നത്തുണ്ട്, കാരണം പ്രവാചകൻ പഠിപ്പിച്ചു. എന്നാൽ ഒരുത്തൻ പറയാ എല്ലാ രണ്ടാം ശനിയും നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താണ്. അതാണ് സ്വലാത്തിന്റെ വിഷയത്തിലും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അത്തരം ഒരുപാട് സ്വലാത്തുകൾ പിൽക്കാലത്ത് ഉണ്ടായി. ഉദാഹരണമായി നാരിയ സ്വലാത്ത്. അത് 600 കൊല്ലങ്ങൾക്ക് മുമ്പ് മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിമുൻ നാസി എന്നൊരു മുസ്ലിയാർ ഉണ്ടാക്കുകയും അതിന് പ്രത്യേകമായ മഹത്വം അയാൾ അവകാശപ്പെടുകയും അത് ചൊല്ലിയാൽ ലഭ്യമാകുന്ന പുണ്യങ്ങൾ അയാൾ തന്നെ വിശദീകരിക്കുകയും ചെയ്തു. നിങ്ങള് ഈ പ്രദേശത്തുകാരൻ തെക്കൻ കേരളത്തിൽ ജീവിച്ച തഴവ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ, അദ്ദേഹം എഴുതിയ അൽ മവാഹിബുൽ ജലിയ എന്ന പുസ്തകത്തിന്റെ 457 പേജിൽ ഈ നാരിയ സ്വലാത്തുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കാണാൻ കഴിയും. അത് അദ്ദേഹം പറഞ്ഞത്, തഫ്രീജിയായ സ്വലാത്തു പലതിൽ മെച്ചമാ, നാരിയത്തെന്നൊരു പേരതിന്നു പ്രസിദ്ധമാ. തഫ്രീജിയായ സ്വലാത്ത് എന്ന നാരിയ സ്വലാത്ത് പല സ്വലാത്തിനേക്കാളും മെച്ചമാണ്, പ്രസിദ്ധമാണ്. ഇനി അതിന്റെ മഹത്വം പറയുന്നതോ, റബ്ബിന്റെ നിധിയിൽപ്പെട്ട നിധിയും ഒന്നിതാ, കൂടാതെ ഖജനാവിന്റെ താക്കോലും ഇതാ. അള്ളാഹുവിന്റെ നിധിയിൽപ്പെട്ട നിധിയാണ് നാരിയ സ്വലാത്ത്. അള്ളാഹുവിന്റെ ഖജനാവിന്റെ താക്കോലാണ് നാരിയ സ്വലാത്ത്. എന്നിട്ടോ മുടങ്ങാതെ 11 ഓതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാണ് റിസ്കവന് ഭൂവനം വാനവും. സുബ്ഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ. രാവിലെ സുബ്ഹിക്ക് ശേഷം എല്ലാ ദിവസവും 11 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ആകാശഭൂമികൾ അവന് ഭക്ഷണം ചൊരിഞ്ഞു കൊടുക്കും. 11 മിനിമം എണ്ണം. പിന്നെ 33, 44, 111, 333, 444, 1000, അവസാനത്തെ എണ്ണം 4444. ഈ ഓരോ എണ്ണത്തിന്റെയും മഹത്വം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അവസാനത്തെ എണ്ണം 4444. അതിന്റെ ഇന്തിഹ 4000 വേണ്ടുന്നതാ, 440 4 ചേർന്നതാ. ഈ അതത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നേ. അവസാന എണ്ണം 4444. അത് മുഴുവൻ ചൊല്ലിത്തീർത്താൽ എല്ലാ പ്രയാസങ്ങളും അതോടുകൂടി ഒഴിവായി കിട്ടും പൊന്നേ എന്നാണ് അവസാനത്തെ വാക്യം. ഇങ്ങനെ ഒരു സവിശേഷത കൽപ്പിക്കപ്പെടുമ്പോൾ അത് ബിദ്അത്തായി മാറും. നാരിയ സ്വലാത്ത്, കമാലിയ സ്വലാത്ത്, താജ് സ്വലാത്ത് തുടങ്ങി ധാരാളം സ്വലാത്തുകൾ പിൽക്കാലത്ത് അങ്ങനെ പലരും ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. ചിലതിനെല്ലാം ആശയങ്ങൾ ഇസ്ലാമികമായ അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധം കൂടിയാണ്. ഉദാഹരണം നാരിയ സ്വലാത്ത് തന്നെ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദി തൻഹലു ബിഹിൽ ഉഖദ് വതൻഫറജു ബിഹിൽ ഖുറബ് വതുഖലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയുസ്തസ്ഖൽ വമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇതാണ് നാരിയ സ്വലാത്ത്. ഇവിടെ ആദ്യ ഭാഗത്തിൽ ആദർശത്തിൽ തെറ്റില്ല. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ, തെറ്റില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക് പരിപൂർണമായ രക്ഷയും ഗുണവും നീ ചെയ്യണേ. സ്വലാത്താണ്, തെറ്റുള്ളതല്ല. അതിന് പ്രത്യേകത കൽപ്പിക്കുമ്പോൾ അത് ബിദ്അത്തായി മാറും. ബാക്കി എന്താ? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫറജു ബിഹിൽ ഖുറബ് വതുഖലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റഗായിബ്. ആ നബിയെ കൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ ഒഴിവാകുന്നത്. ആ നബിയെ കൊണ്ടാണ് ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്നത്. ആ നബിയെ കൊണ്ടാണ് ആവശ്യങ്ങൾ നിറവേറപ്പെടുന്നത്. ആ നബിയെ കൊണ്ടാണ് ജീവിതത്തിലെ കെട്ടിക്കൊടുക്കൽ അഴിഞ്ഞു കിട്ടുന്നത്. അത് ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനം അല്ല. അവിടെ അനിസ്ലാമികമായ ശിർക്കായ ആശയം അതിൽ കടന്നുകൂടി. അതുകൊണ്ടും അത് പാടില്ല. അതൊന്നുമല്ലാതെ സ്വതന്ത്രമായി സ്വലാത്ത് എന്ന അർത്ഥത്തിൽ ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഗുണത്തിന് വേണ്ടിയുള്ള ഏത് തേട്ടവുമാകാം. എന്നാൽ ഏറ്റവും ഖൈറ് അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഹദീസിൽ വന്ന സ്വഹീഹായി കിട്ടിയ സ്വലാത്തുകൾ ഏതെല്ലാം ഉണ്ടോ ആ സ്വലാത്തുകളാണ് ഏറ്റവും മഹത്വമേറിയത്. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതാണ് സ്വഹാബത്ത് ജീവിതത്തിൽ പാലിച്ചത്. അതുകൊണ്ട് അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാനാണ് നാം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും.
അതാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അത് ഒരു 5, 6, 7, 8 രൂപങ്ങളിൽ ഹദീസിൽ കാണാൻ കഴിയും. ചില റിപ്പോർട്ടിൽ ഫിൽ ആലമീന എന്നുണ്ട്, ചിലതിൽ ഫിൽ ആലമീന എന്നില്ല. ചിലതിൽ ഒന്നിച്ച് അല്ലാഹുമ്മ ആദ്യം ഉണ്ടായിട്ട് ഒന്നിച്ച് പറഞ്ഞതുണ്ട്. അതല്ല ഇന്നക ഹമീദും മജീദ് 2 പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന രൂപത്തിലുണ്ട്. ചിലതിൽ പ്രവാചകന്റെ ദുല്ലിയത്ത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ട്. ഇങ്ങനെ 8 രൂപത്തിൽ സാധാരണഗതിയിൽ ഹദീസ് വന്നതായി കാണാൻ കഴിയും. അതിൽ നമ്മുടെ വക കൂട്ടാനും കുറക്കാനും ഒന്നും വകുപ്പില്ല. അതിൽ സയ്യിദന എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അവിടെ സയ്യിദന കൂട്ടാൻ പറ്റൂല. നബി സയ്യിദല്ലേ ആണ്. ഇവിടെ സയ്യിദന കൂട്ടണമെങ്കിൽ പ്രവാചകരാണ് പഠിപ്പിക്കേണ്ടത്. പ്രവാചകൻ പഠിപ്പിക്കാത്തത് അതിൽ കൊണ്ടുപോയി കൂട്ടാൻ നമുക്ക് അനുവാദമില്ല. അല്ലാതെ സയ്യിദന പറയാൻ പാടില്ല എന്നോ അള്ളാഹു റസൂൽ സയ്യിദ് അല്ല എന്നോ ഒന്നും അതിന് അർത്ഥമില്ല. അള്ളാഹു റസൂൽ പഠിപ്പിച്ച ദുആയിൽ നമ്മുടെ വക ഒരു പദം ചേർക്കുക എന്നുള്ളത് അത് അതിക്രമം. മുജാഹിദുകളെ പറ്റി പറയുമ്പോഴും പറയാറുള്ളത് അവർക്ക് റസൂലുള്ളാഹിനോട് വെറുപ്പാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പറയുമ്പോഴോ അത് കേൾക്കുമ്പോഴോ ഇവര് സ്വലാത്ത് ചൊല്ലാൻ പാടില്ലെന്നാണ് പറയുന്നത്. സ്വലാത്ത് ചൊല്ലുന്നതിനോട് ഇവർക്ക് വെറുപ്പാണ്, അതിനെ ഇവർ വിരോധിക്കുന്നവരാണ് എന്നൊക്കെയല്ലേ പ്രചരണങ്ങളുടെ ആകത്തുക. നിങ്ങൾ മനസ്സിലാക്കിക്കോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞാൽ, അതേ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിൽ സ്ഥാനമില്ല, അവൻ ഇസ്ലാമിന്റെ മെമ്പറാകാനും യോഗ്യതയില്ല. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നത് എന്താണ്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹ് കൽപ്പിച്ച കാര്യമാണ് നബി തങ്ങളുടെ പേരിൽ സ്വലാത്തിനെ ചോദിക്കൽ. അതാരെങ്കിലും എതിർക്കുമോ? അതിനോടാർക്കെങ്കിലും അലർജി ഉണ്ടാകുമോ? അതിനോടാർക്കെങ്കിലും വിരോധമുണ്ടാകുമോ? ഇല്ല. പിന്നെ എന്താണ് പ്രശ്നം? നബി തങ്ങളുടെ പേരിൽ സ്വലാത്തെന്ന് പറഞ്ഞുകൊണ്ട് അതേ രാജ്യത്തൊട്ടാകെ ചൂഷണം നടത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് സ്വലാത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അതേ ലക്ഷങ്ങൾ വാരിക്കൂട്ടാനുള്ള കുതന്ത്രങ്ങൾ നടത്തുമ്പോൾ, സ്വലാത്തിന്റെ പേരിൽ തട്ടിപ്പുകൾ അരങ്ങേറുമ്പോൾ, അതേ ഇതിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് കൂരിക്കുഴിയിൽ അതേ വലിയ ബഹളമുണ്ടായ സംഗതിയല്ലേ. പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും അതേ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന ഈ ഭാഗത്തിലെ തന്നെ അപ്പുറത്തെ സമസ്തയായ കെ സമസ്ത എന്ന് പറയുന്ന ഈ ഭാഗത്തിലെ ആളുകൾ അവർ തന്നെ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ലേ, നബി തങ്ങളുടെ സ്വലാത്തിന്റെ പേരിൽ ഇവിടെ നടക്കുന്നൊരു തട്ടിപ്പാണ്. കൊല്ലത്തിനൊന്നൊരു നാടക നടനെ കാശും കൊടുത്തു കൊണ്ടുവന്നിട്ട് അതാ സ്വലാത്ത് ചൊല്ലുന്ന തങ്ങള് സ്വലാത്തിന്റെ മജ്ലിസിൽ വെച്ച് അതേ അംഗവൈകല്യം മാറിയിരിക്കുന്നു, രോഗം മാറി എന്നയാളെ കൊണ്ട് അഭിനയിപ്പിച്ച് വികലാംഗനായി അഭിനയിപ്പിച്ചിട്ട് അതേ ആ മജ്ലിസിൽ പങ്കെടുത്തപ്പോൾ രോഗം മാറി എന്ന് പ്രചരിപ്പിച്ച് അയാള് മുഖേന അവിടെ കാശുവാരി കൂട്ടാൻ വേണ്ടി സ്വലാത്തിന്റെ പേരിൽ തട്ടിപ്പ് നടന്നു എന്ന് ഈ ഭാഗം സമസ്ത എഴുതിയതല്ലേ. അവരിന്നും പ്രസംഗിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പൊ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇത് പാടില്ല. നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് പുണ്യമാണ്. അത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹാ അശ്റാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരെങ്കിലും എന്റെ പേരിൽ ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് 10 പ്രതിഫലം നൽകും. ഒന്നിന് 10 പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മമാണ് സ്വലാത്ത്. ആ സ്വലാത്ത് ചൊല്ലുന്നതിന് മുജാഹിദുകൾ എതിരാണോ? നിസ്കാരത്തിൽ അവര് സ്വലാത്ത് ചൊല്ലുന്നു. ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ബാങ്ക് കേട്ട മുസ്ലിം സ്വലാത്ത് ചൊല്ലുന്നു. അതേ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നു, പള്ളിയിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നു. അതേ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ അവസരം കിട്ടുമ്പോഴെല്ലാം ഏത് സന്ദർഭത്തിൽ അവസരം കിട്ടിയാലും സ്വലാത്ത് ചൊല്ലുന്നത് വളരെ പുണ്യമാണ്. പക്ഷേ ആ പേരും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനല്ലേ സ്വലാത്ത് ചൊല്ലണം എന്ന നിർദ്ദേശമുള്ള ആയത്തിറങ്ങിയത്.
അത് കേട്ടവര് സ്വഹാബിമാരല്ലേ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലേ, സ്വഹാബത്തല്ലേ. അവരാരും ഒരിക്കലും അതേ ആളുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതേ നബിതങ്ങൾക്ക് പരിചയമില്ലാത്ത അതേ അർത്ഥത്തിൽ തന്നെ ഒരുപാട് തകരാറുകളില്ല കുറെ സ്വലാത്തുകൾ ഉണ്ടാക്കിയിട്ട് അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വലാത്തിനേക്കാൾ പോരിശയും പറഞ്ഞിട്ട് അത് ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും വേണ്ടി ആളുകളെ പ്രത്യേകം മജ്‌ലിസുകൾ വിളിച്ചു കൂട്ടിയിട്ട് അതേ സ്വലാത്ത് മജ്‌ലിസ് എന്ന് പറഞ്ഞ് അവിടെ വരുന്ന സ്വഹാബിമാരെ കൊണ്ട് അതേ ദീനാറും ദിർഹമുകളുമൊക്കെ ദാനം ചെയ്യിപ്പിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്നവർ ഏർപ്പാട് റസൂലും സഹാബത്തും കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് സ്വലാത്തിന്റെ പേരിൽ ഈ തട്ടിപ്പ് വേണ്ട, സ്വലാത്തിന്റെ പേരിൽ ചൂഷണം വേണ്ട. അതല്ലാതെ ഏത് സന്ദർഭത്തിലും തനിക്ക് അല്ലാഹുവിങ്കൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന ഉദ്ദേശത്തോടെ എപ്പോ സ്വലാത്ത് ചൊല്ലിയാലും അതിന് അല്ലാഹു പ്രതിഫലം നൽകുന്നു എന്ന് ജനത്തെ പഠിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചാണോ ഓ പ്രിയപ്പെട്ട സഹോദരാ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ഇവര് സ്വലാത്ത് വിരോധികളാണ്, ഇവര് സ്വലാത്തിന്റെ എതിരാളികളാണ്. ഈ പ്രസംഗം തുടങ്ങിയപ്പോൾ നിങ്ങൾ കേട്ടില്ലേ? തുടക്കത്തിൽ സ്വലാത്ത് ചൊല്ലിയത് കേട്ടില്ലേ? ഇവിടെയുള്ള സഹോദരങ്ങളതാ സ്വാഗത പ്രസംഗത്തിലും ആശംസകൾ പറഞ്ഞപ്പോഴും തുടക്കത്തിൽ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയത് നിങ്ങൾ കേട്ടില്ലേ? അതെ, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തിനെ ചൊല്ലൽ, അത് ചോദിക്കൽ പുണ്യകർമ്മമാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അത് ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമായിട്ട് നമുക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് നിർവഹിക്കേണ്ടത്. അതിന്റെ പേരിൽ പണം വാങ്ങാനല്ല, അതിന്റെ പേരിൽ കോടികൾ വരാനല്ല, അതിന്റെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യാനുമല്ല, ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് ഓരോരുത്തരെ ധരിപ്പിക്കാനുമല്ല. പക്ഷേ അപ്പുറത്തെ ചില ആളുകൾ പറയുന്നത് എന്താണ്? സാധുക്കളായ ആളുകൾക്ക് അതറിയില്ല. അതേ വിരലിൽ എണ്ണാവുന്ന ചില പുരോഹിതന്മാര് ജനങ്ങളോടെന്താ പറയുന്നത്? സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പണം കിട്ടണം എന്ന് കരുതിയിട്ട് സ്വലാത്ത് ചൊല്ലിയാലും അതുപോലെ തന്നെ ആളുകളുടെ മുമ്പിൽ ഞാനൊരു സ്വലാത്ത് തങ്ങളാ, മുത്തുനബിയോട് എനിക്ക് വലിയ സ്നേഹമാണ് എന്ന് ആളുകൾ അറിയട്ടെ എന്ന നിയ്യത്തോടെ ചൊല്ലിയാലും ചൊല്ലിയവന് കൂലിയുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നവർ ഇസ്ലാം മുസ്ലിമിന് പരിചയമില്ല. പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാതെ ജനത്തിന്റെ കൈയടിക്ക് വേണ്ടി, ജനത്തിന്റെ പൊരുത്തത്തിന് വേണ്ടി, ജനങ്ങളിൽ നിന്നുള്ള നല്ല അഭിപ്രായം കിട്ടാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്ത് എന്ന് മാത്രമല്ല ഒരു ഇബാദത്തിനും റബ്ബിന്റെ അടുക്കൽ വാല്യൂവില്ല, മൂല്യമില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. അതേ ആളുകളെ കാണിക്കാൻ വേണ്ടി എന്ത് പ്രവർത്തിക്കുന്നവനാണെങ്കിലും അവന്റെ അമലിന് വിലയില്ല. ഇതൊക്കെ ജനങ്ങളോട് മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോൾ അപ്പുറത്തുള്ളവര് പറയും, കണ്ടോ സ്വലാത്തിനെ എതിർക്കുന്നു. സത്യമെന്താ? സത്യം നേരെ മറിച്ചു. അപ്പൊ ഇത് കേട്ടുപോകൂലേ? ഇതൊരാള് കേട്ടുപോയാ തിരിഞ്ഞില്ലേ? അതാ അവര് സ്വലാത്ത് ചെല്ലൂല എന്ന് പറഞ്ഞത് പൊളിഞ്ഞു, ചെളിങ്ങാട്ടിന്ന് മാറ്റി വെച്ചിട്ട് കാര്യമുണ്ടായില്ല. അവിടെ ചെന്ന് നോക്കുമ്പോ സ്വലാത്തിന് ഒരു കുറ്റൊന്നും പറയുന്നില്ലല്ലോ. ഇത് മനസ്സിലായി പോകില്ലേ ആളുകൾക്ക്? അവരിത് കേൾക്കൂലേ? അവരിത് മനസ്സിലാക്കൂലേ? പിന്നെ നാളെ മറ്റ് മൗലവിമാർക്ക് പറയാൻ പറ്റുമോ ഇവര് സ്വലാത്ത് ചെല്ലൂല? ഇതാണ് പ്രശ്നം. വേറെ മുജാഹിദുകളെ പറ്റി ഒരു പ്രശ്നവും ഇവര് പേടിക്കണില്ല. ഇതുപോലെ ഓരോന്നും അങ്ങ് കെട്ടഴിയും, ഇതുപോലെ ഓരോന്നും അങ്ങ് കെട്ടഴിയും. അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് വിശ്വാസമില്ല പോലും. ആരാണ് നബിതങ്ങൾ എന്ന് മനസ്സിലാക്കടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഈ ലോകത്തേക്ക് നിയുക്തരായ മഹാനായ നേതാവ്. ദുനിയാവിൽ അവിടുത്തെ സ്ഥാനം എത്രയാണ്, ആഖിറത്തിൽ അവിടുത്തെ സ്ഥാനം എത്രയാണ്, അത് വർണ്ണിച്ചാൽ അവസാനിക്കുമോ? അതേ ലോകത്ത് ഇന്ന് വരെ അങ്ങനത്തെ ഒരു മനുഷ്യൻ ജനിച്ചിട്ടില്ല. അതേ ഒരു മനുഷ്യനും ഇനി അങ്ങനത്തെ ഒരു മനുഷ്യനെ ഒരു ഉമ്മയും പ്രസവിക്കൂല. അതേ ഒരു കണ്ണും ഇനി അങ്ങനത്തെ ഒരു മനുഷ്യനെ കാണാനുള്ള സൗഭാഗ്യം കിട്ടൂല. അങ്ങനത്തെ മനുഷ്യനാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.